എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം എന്ന അധ്യായത്തിലെ അവസാന ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഇതിൽ സബ് ടോപ്പിക് എന്നത് കലയും സാഹിത്യവും എന്നതാണ്. ഈ ടോപ്പിക്ക് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ റോമനസ്കസ് ശൈലി, ഗോതിക് ശൈലി, കരോലിഞ്ചിയൻ ശൈലി എന്നീ 3 രീതിയിലുള്ള 3 ശില്പങ്ങളുടെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് അത് അവിടെ കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. മധ്യകാല ലോകം വാസ്തുവിദ്യയിൽ കൈവരിച്ച പുരോഗതി സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഇവ. റോമനസ്ക്, ഗോതിക് ശൈലികളെക്കുറിച്ച് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടില്ലേ? ഇതിനു പുറമെ പ്രാചീന റോമൻ വാസ്തുശൈലിയെ ബൈസാന്റൈൻ വാസ്തുശൈലിയുമായി യോജിപ്പിച്ച ഒരു പുതിയ ശൈലി ഷാലമീൻ ചക്രവർത്തി രൂപപ്പെടുത്തി. ആര്? ഷാലമീൻ ചക്രവർത്തി. ഈ ശൈലി അറിയപ്പെട്ടിരുന്ന പേരാണ് കരോലിഞ്ചിയൻ ശൈലി. താഴികക്കുടങ്ങളും കമാനാകൃതിയിലുള്ള വാതിലുകളും വലിയ തൂണുകളും മൊസൈക് തറകളും ഇതിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ കരോലിഞ്ചിയൻ ശൈലിയുടെ വിവിധ സവിശേഷതകളാണ് താഴികക്കുടങ്ങൾ, കമാനാകൃതിയിലുള്ള വാതിലുകൾ, വലിയ തൂണുകൾ, മൊസൈക്ക് തറകൾ എന്നിവ. കുരിശു യുദ്ധങ്ങളുടെ കാലത്ത് യൂറോപ്യൻ ജനത ഇസ്ലാമിക സംസ്കാരവുമായി കൂടുതൽ പരിചയത്തിലായി. കലയും സാഹിത്യവും ഈ കാലഘട്ടത്തിൽ വിനിമയം ചെയ്യപ്പെട്ടു. പൗരസ്ത്യ കലയും വാസ്തുശില്പവും പാശ്ചാത്യ ശൈലിയിൽ വ്യാപകമായ സ്വാധീനം ചെലുത്തി. അവയ്ക്ക് ഉദാഹരണങ്ങളാണ് കുരിശു യുദ്ധത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന ശേഷം ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 9 പണി കഴിപ്പിച്ച പാരീസിലെ ആദ്യത്തെ ആശുപത്രിയായ കിങ് സെവിംഗിറ്റും ഫ്ലോറൻസിലെ പ്ലാറ്റോണിക് അക്കാദമിയും. പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ നമ്മൾ പഠിച്ചു. പാരീസിലെ ആദ്യത്തെ ആശുപത്രി എന്നത് കിങ് സെവിംഗിറ്റാണ്. അതും ഫ്ലോറൻസിലെ പ്ലാറ്റോണിക് അക്കാദമി സ്ഥാപിച്ചത് ലൂയി 9 പാശ്ചാത്യ സംഗീതത്തിൻ്റെ ആരംഭം മധ്യകാലഘട്ടത്തിലാണ്. പാശ്ചാത്യ സംഗീതത്തിൻ്റെ ആരംഭം എന്നത് മധ്യകാലഘട്ടത്തിൽ. പള്ളികളിൽ സംഗീതത്തോടൊപ്പം മതേതര സംഗീതവും ആ കാലഘട്ടത്തിൽ വികസിച്ചു. CE 500 മുതൽ 1400 വരെയുള്ള കാലഘട്ടത്തിലെ യൂറോപ്യൻ സംഗീതത്തിൽ അറബി ഗാനങ്ങളുടെ സ്വാധീനം കാണാവുന്നതാണ്. ഉമവിയ, അബ്ബാസിയ ഖലീഫമാരുടെ കാലത്ത് അറബ് സംഗീതം കൂടുതൽ വികാസം പ്രാപിച്ചു. ഉമവിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ സംഗീതജ്ഞനാണ് ഇബ്നു മിസ്ജ. അദ്ദേഹം സിറിയയിലൂടെയും പേർഷ്യയിലൂടെയും സഞ്ചരിച്ച് ബൈസാന്റൈൻ സംഗീതത്തിലും പേർഷ്യൻ സംഗീതത്തിലും അറിവ് നേടുകയും അറബ് സംഗീതത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലെ പ്രശസ്തരായ സംഗീതജ്ഞരിൽ ചിലരാണ് പേർഷ്യൻ സംഗീതജ്ഞനായിരുന്ന ഇബ്നു മുഹ്രിസ്, ഇബ്നു സുരായി തുടങ്ങിയവർ. ആ കാലഘട്ടത്തിലെ പ്രശസ്തരായ സംഗീതജ്ഞരായിരുന്നു ഇബ്നു മുഹ്രിസ്, ഇബ്നു സുരായി തുടങ്ങിയവർ. മധ്യകാല ലോകത്തെ സാഹിത്യ കൃതികളിലെ പ്രധാന പ്രതിപാദ്യം മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. എന്നാൽ മറ്റ് വിഷയങ്ങളും ഈ കാലഘട്ടത്തിലെ രചനകൾക്ക് ആസ്പദമാക്കിയിരുന്നു. അക്കാലത്ത് ചില സാഹിത്യകാരന്മാരും അവരുടെ കൃതികളുമാണ് ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു പട്ടികയിലൂടെ പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് ആ കൃതികളെന്ന് നോക്കാം. സാഹിത്യകാരൻ ഒമർ ഖയ്യാം, അദ്ദേഹത്തിൻ്റെ കൃതിയാണ് റുബായിയാത്ത്. അൽ ഫിർദൗസി, അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് ഷാനാമ. ഇബ്നു ഖൽദൂൻ, അദ്ദേഹത്തിൻ്റെ കൃതിയാണ് കിതാബുൽ ഇബാദ്. തോമസ് അക്വിനാസ്, സമ്മ തിയോളജി. സെന്റ് അഗസ്റ്റിൻ, സിറ്റി ഓഫ് ഗോഡ്. പീറ്റർ അബിലാഡ്, ഡയലോഗ്. കൽഹണൻ, രാജതരംഗിണി. ജയദേവൻ, ഗീതാഗോവിന്ദം. ഇത് എക്സാമുകൾക്കും ഇതുപോലെ മാറ്റി കൊടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്ത് എഴുതാൻ വരും. അതുപോലെ PSC എക്സാമുകൾക്കും ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. മധ്യകാലഘട്ടത്തിൽ ചിത്രകലയും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. ചിത്രങ്ങളിലെ പ്രധാന പ്രതിപാദ്യം മതവിഷയങ്ങളായിരുന്നു. സെന്നി ഡി പെപ്പോ വരച്ച സാന്റ ട്രിനിറ്റി മഡോണ എന്ന ചിത്രം മധ്യകാലഘട്ടത്തിൽ ചിത്രകല കൈവരിച്ച വികാസത്തിന് ഉദാഹരണമാണ്. സെന്നി ഡി പെപ്പോ വരച്ച പ്രധാന പെയിന്റാണ് സാന്റ ട്രിനിറ്റ മഡോണ. ആ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ശാസ്ത്രരംഗത്ത് കൈവരിച്ച പുരോഗതികളെ നോക്കാം. ശാസ്ത്രരംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ നിരവധി പണ്ഡിതന്മാർ മധ്യകാല ലോകത്ത് ജീവിച്ചിരുന്നു. അവരിൽ ചിലരെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്നു ഇബ്നു സീന. അദ്ദേഹം അവിസന്ന എന്നും അറിയപ്പെട്ടിരുന്നു. അദ്ദേഹം വൈദ്യശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായിരുന്നു. അതുപോലെ അബു അൽ ഖാസിം, അദ്ദേഹം ശാസ്ത്രക്രിയയുടെ
അദ്ദേഹം ശാസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നു. അൽ-ബിറൂനി ഭൂഗർഭശാസ്ത്രത്തിൻ്റെയും നരവംശശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാന ആശയങ്ങൾ രൂപപ്പെടുത്തി. മുഹമ്മദ് അൽ-റാസി അദ്ദേഹം വൈദ്യശാസ്ത്രത്തിന് സംഭാവനകൾ നൽകി. റോജർ ബേക്കൺ യന്ത്രനിർമ്മിത വാഹനങ്ങളുടെയും ആകാശയാനങ്ങളുടെയും കണ്ടുപിടുത്തത്തിന് അടിത്തറയേകി. ഭാസ്കര സെക്കൻഡ് ജ്യോതിശാസ്ത്രത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി. ഇതും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് പോയിന്റുകൾ മാറ്റി കൊടുത്തിട്ട് നമ്മൾ ക്രമപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ട് വരും. മധ്യകാല ശാസ്ത്രത്തിന് അറബികൾ നൽകിയ ശ്രദ്ധേയമായ സംഭാവനകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. അറബി അക്കങ്ങളും പൂജ്യവും ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിൽ പ്രചരിപ്പിച്ചു. രസതന്ത്രത്തെ ഒരു ശാസ്ത്രം എന്ന നിലയിൽ വികസിപ്പിച്ചു. ബീജഗണിതത്തിൻ്റെയും അഥവാ ആൽജിബ്ര, പ്രകാശശാസ്ത്രത്തിൻ്റെയും അഥവാ ഓപ്റ്റിക്സിൻ്റെയും ഉപജ്ഞാതാക്കൾ അറബികളാണ്. ഏതിൻ്റെയൊക്കെ? ബീജഗണിതത്തിൻ്റെയും പ്രകാശശാസ്ത്രത്തിൻ്റെയും ഉപജ്ഞാതാക്കൾ അറബികളാണ്. കുരിശ് യുദ്ധങ്ങൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിജ്ഞാനത്തിൻ്റെ കൈമാറ്റത്തിന് കാരണമായി. അറബികളുമായുള്ള ബന്ധത്തിലൂടെ യൂറോപ്യൻ ജനത പരിചയിച്ച സാങ്കേതിക ജ്ഞാനങ്ങളിൽ ചിലത് നമുക്കിനി പരിചയപ്പെടാം. 1. ടെലിസ്കോപ്പിൻ്റെ നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങൾ. 2. നഗരത്തിലെ തെരുവു ദീപങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ. 3. മെക്കാനിക്കൽ ക്ലോക്കുകൾ. 4. ഗിയറിൻ്റെ തത്വം. 5. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ. 6. ബീജഗണിതം, ആൽക്കമി, ത്രികോണമിതി എന്നിവ. മധ്യകാല ചൈനയും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. വെടിമരുന്ന്, ഭൂകമ്പ മാപിനി, വടക്കുനോക്കി യന്ത്രം, അച്ചടി, ജ്യോതിശാസ്ത്രജ്ഞരും നാവികരും ഉപയോഗിച്ചിരുന്ന ആസ്ട്രോലാബ് എന്നിവയെല്ലാം മധ്യകാല ചൈനയുടെ സംഭാവനകളാണ്. മധ്യകാല ചൈനയുടെ സംഭാവനകൾ എന്നത് വെടിമരുന്ന്, ഭൂകമ്പമാപിനി, വടക്കുനോക്കി യന്ത്രം, അച്ചടി, ജ്യോതിശാസ്ത്രജ്ഞരും നാവികരും ഉപയോഗിക്കുന്ന ആസ്ട്രോലാബ് എന്നിവ. യൂറോപ്പിൽ പ്രചരിച്ച മധ്യകാല പൗരസ്ത്യ ദർശനങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ആധുനിക ലോകത്തിൻ്റെ ഉദയത്തിനും വ്യാവസായിക ശാസ്ത്ര രംഗങ്ങളുടെ പുരോഗതിക്കും അടിത്തറയേകി. നമുക്ക് അവസാനമായിട്ടൊരു പോയിന്റ് കൂടി പഠിക്കാം. എന്താണ് കൈഫങ്ങിലെ ക്ലോക്ക് ടവർ എന്ന് നോക്കാം. ലോകത്ത് ആദ്യമായി ക്ലോക്കുകൾ നിർമ്മിച്ചത് 8-ാം നൂറ്റാണ്ടിൽ ചൈനക്കാരാണ്. ലോകത്ത് ആദ്യമായിട്ട് ക്ലോക്കുകൾ നിർമ്മിച്ചത് ചൈനക്കാർ. ഏത് നൂറ്റാണ്ട്? 8-ാം നൂറ്റാണ്ട്. ജലശക്തിയാൽ പ്രവർത്തിക്കുന്ന 12 മീറ്റർ ഉയരമുള്ള ജ്യോതിശാസ്ത്ര ക്ലോക്കിനെ കുറിച്ച് ചൈനീസ് രേഖകളിൽ വിവരിക്കുന്നു. ഇതിൻ്റെ നീളം എന്നത് 12 മീറ്റർ. ഈ ക്ലോക്കിൻ്റെ ഭാഗമായ ചെറിയ മനുഷ്യരൂപങ്ങൾ ഇടവേളകളിൽ മണിയടിക്കുകയും ചെണ്ട കൊട്ടുകയും ചെയ്യുമായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ ക്ലോക്ക് എന്നത് കൈഫങ്ങിലെ ക്ലോക്ക് ടവർ. ഈ അധ്യായം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അധ്യായമാണ്. ഇതിൽ പ്രധാനപ്പെട്ട കുറേ പോയിന്റുകൾ നമ്മൾ പഠിക്കാനുണ്ട്. അതായത് ചേരുംപടി ചേർക്കുക എന്നതുപോലെ കുറേ യോജിപ്പിച്ച് വരയ്ക്കാനും അല്ലെങ്കിൽ ക്രമപ്പെടുത്തി തന്നിട്ട് നമ്മൾ ക്രമത്തിലാക്കാൻ വേണ്ടിയിട്ടും കുറേ പ്രധാനപ്പെട്ട പോയിന്റുകൾ പഠിക്കാനുള്ള ഒരു പാഠമാണ് ഇത്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു പാഠം തന്നെയാണ് ഇത്. അപ്പോൾ അടുത്തത് നമ്മൾ ഭരണഘടനയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത അധ്യായമായി നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ.